എന്തായി മോനെ? അനന്തന്റെ മുറി കൊണ്ടുപോയി കടത്തിയോ? ആ കടത്തി. ഇനി എന്താ ചെയ്യണ്ടേ? തൽക്കാലം ഒന്നും ചെയ്യണ്ട. കൊച്ചുങ്ങൾ ഇവിടെ നിൽക്കട്ടെ. അവര് തന്നെ പോണോന്ന് പറയും. ഇല്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും. എടി മഹാഭാവം പറയല്ലേ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കും മനുഷ്യ. കൊടുവള്ളി എന്തിനാ പിന്നെ അനന്ത ചേച്ചപ്പൻ്റെ ഒന്ന് കൂടിയോ? അത് ഞാനേ പന്തളത്തെ കൊണ്ട് കൈകാര്യം ചെയ്യിപ്പിച്ചോളാം. ആ കൊടുവള്ളി ഏതോ മൾട്ടി സ്റ്റാർ സിനിമയിൽ ജോയിൻ ചെയ്തു കേട്ടല്ലോ. അത് വിട്ടോ? മൾട്ടി സ്റ്റാർ പരിപാടി ഇവിടെ അല്ലയോ നടക്കുന്നേ? ഇതിട്ടങ്ങ് പോവാൻ പറ്റുമോ? അല്ല, പന്തളം പറഞ്ഞത് വേറെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ വെച്ചെന്നാണല്ലോ. അനന്തനല്ലയോ ഡയറക്ടർ? പുള്ളി പറയട്ടെ. കൊച്ചുങ്ങളെ വിളിച്ചോണ്ട് വരാൻ കോളനി ചെല്ലാൻ പറഞ്ഞു. ഞാൻ കൂടെ പോയി. ഞങ്ങളെ ഈ സിനിമയ്ക്ക് മുമ്പേ ഉള്ള ബന്ധമാണേ. നിങ്ങളെ ആ പന്തളത്തിനെ വിളിച്ചിങ്ങോട്ട് വരാൻ പറ. ആ ഹോസ്പിറ്റലിൽ ശരിയല്ലെന്നേ ഞാൻ അന്നേ പറഞ്ഞതാ. നല്ലൊരു ഡോക്ടറുടെ അടുത്ത് പോയി ട്രീറ്റ് ചെയ്യാന്ന്. അതെങ്ങനെയാ? കേട്ടില്ലല്ലോ. എന്റെ കുഞ്ഞുങ്ങളെ വിഷമിപ്പിക്കാനായിട്ട് 3 ആഴ്ച കഴിഞ്ഞ് എടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നതാ. അപ്പോൾ ഡോക്ടറാ പറഞ്ഞത് 1 മാസം കൂടെ വേണമെന്ന്, എന്നാലേ ഉറക്കത്തുള്ളൂന്ന്. അതാ ഞാൻ പറഞ്ഞത്. നല്ല ഹോസ്പിറ്റലായിരുന്നു ഈ കുഴപ്പമുണ്ടാവോ? അച്ഛൻ നോക്കാന്ന് പറഞ്ഞല്ലേ അമ്മയുടെ അടുത്ത്? ഹോസ്പിറ്റലിലെ ഡോക്ടറിന്റെ കുഴപ്പമല്ല അച്ഛാ. എന്നോട് 1 മാസം ബെഡ് റെസ്റ്റ് അല്ലേ പറഞ്ഞത്. അത് പറ്റിയില്ലല്ലോ. കേട്ടോ കൊടുവള്ളി, കുഞ്ഞിനെ തെക്ക് വടക്കവള് കൊണ്ടു നടന്നാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടി. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിയത് അമ്മയല്ലല്ലോ അച്ഛാ. ആ കേൾക്ക്. പൊടി കുഞ്ഞിന്റെ വായിന്ന് തന്നെ കേൾക്ക്. തന്തയും തള്ളയും ഒരുമിച്ച് നിന്നാലല്ലേ കുഞ്ഞുങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അതെന്തായാലും ഇതുങ്ങൾക്ക് കിട്ടിയില്ല. ആ വന്നത് വന്നു. അനന്ത, ഇതുങ്ങളെ ഇനി എങ്ങോട്ടും വിടണ്ട. ഇവർക്ക് ഇവിടെയാ സൗകര്യം. ഇനി ഇവിടെ നിന്ന് ഇവിടെ പഠിച്ച് ഇവിടെ കളിച്ച് വളർന്നാ മതി. അല്ലേ മോളെ? അല്ലേ മോനെ? കൊടുവള്ളി പൊയ്ക്കോ. സാധനങ്ങളൊക്കെ എടുത്തു വെച്ചില്ലേ? തിരക്കല്ലേ കൊടുവള്ളിക്ക്? പൊയ്ക്കോ. ആ കൊടുവള്ളി പൊയ്ക്കോ, ഞാൻ വിളിച്ചോളാം. ആ നടക്കട്ടെ അനന്ത. കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കട്ടെ. ഇനി മക്കളെ വല്യമ്മ നോക്കിക്കൊള്ളാം കേട്ടോ. അമ്മയല്ലേ എന്നെ നോക്കേണ്ടത്. അമ്മ എവിടെയാ? എനിക്ക് എന്റെ അമ്മയെ പോയി കാണാൻ പറ്റുമോ? അമ്മ ജോലിക്കാരത്തിന് ഏതോ ഓഫീസിൽ പോയതല്ലേ ഏട്ടാ. അമ്മ ഇങ്ങ് വരും. മോളിങ്ങ് വാ, വല്യമ്മ പറഞ്ഞു തരാം. നിങ്ങളുടെ അമ്മയെ ഓഫീസ് കാര്യത്തിനൊന്നും പോയതല്ല കേട്ടോ. പിന്നെ അവിടെ പോയതാ? നിങ്ങളുടെ അമ്മ സബ് ജയിലിലാ. ജയിലിലോ? അവിടുന്നേ ഇനി ഇറങ്ങാൻ വലിയ പാടാ. എന്റെ അമ്മ എന്തിനാ ജയിലിലിട്ടെ? എന്തെങ്കിലും കുഴപ്പം കാണിക്കാതെ പോലീസുകാരെങ്കിലും പിടിച്ച് ജയിലിടുവോ മോളെ? ഇടുവോ? എന്റെ അമ്മ എന്ത് കുഴപ്പാ കാണിച്ചേ? അതിപ്പം മക്കൾക്ക് മനസ്സിലാവില്ല. വലുതാവുമ്പോഴേ വല്യമ്മ മോൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഒരു വാഷിംഗ് മെഷീൻ വാങ്ങാൻ എത്ര കാലം കൊണ്ട് ഞാൻ പറയുവോ? ആര് കേക്കാൻ? നിന്റെ അമ്മ സമ്പാദിച്ചു വെച്ചിട്ടല്ലേ ധ്യാനം കൂടാൻ പോയിരിക്കുന്നത്. ഓ പിന്നെ എന്ത് പറഞ്ഞാൽ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞോളൂ. ഇങ്ങനൊരു മനുഷ്യൻ തറുതലയും പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലാതെ കാര്യത്തോട് അടുക്കുമ്പോ ഒരു ഗുണവും ഇല്ല. അതെ, ഞാൻ കുറച്ച് ബിസിയാ. ഒരേ സമയം 6 പ്രൊജക്റ്റ് നടക്കണേ. 2 ഷൂട്ട് നടക്കണ്. ഒരെണ്ണം മംഗലാപുരത്താ, മറ്റൊന്ന് ഉടുമ്പൻചോലയിലാ. വേറെ 2 പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കാ എറണാകുളത്ത്. പന്തളം വേവിച്ചാൻ വന്നേക്കുന്നു. ആര്? പന്തളം വേവിച്ചാൻ, നമ്മുടെ പന്തളം വേവിച്ചാൻ. പന്തളം വേവിച്ചാൻ? ആ ബാ. പിന്നൊരു ദുബായ് ഷോ, മൊത്തം സൂപ്പർ താരങ്ങളുണ്ടെന്ന്. പിന്നെ അതിന്റെ കൂടെ സംഘടനാ കാര്യങ്ങളും. എല്ലായിടത്തും നമ്മളെ ഓടിയെത്തണ്ടേ? നിന്ന് തിരിയാൻ സമയമില്ല. സ്വന്തം വീട്ടിൽ പോയി ഭാര്യയും പിള്ളേരും കണ്ടിട്ട് മാസം 1 ആയി. ഏത് ആദിത്യ മൂവീസിന്റെ? അതൊക്കെ ഇനിയും ലേറ്റ് ആവുന്നേ. അവറ്റകളിൽ കാശൊന്നും കയ്യിലില്ലാന്നേ. ശരി എന്നാ. അലക്സേ,
നീ രാവിലെ തന്നെ ഭയങ്കര അധ്വാനത്തിലാണല്ലോ. 3-4 ദിവസമായിട്ട് ഭയങ്കര മഴയാണ് സാറേ. തുണിയൊക്കെ ഉതുത്തു വെച്ചിരിക്കുവായിരുന്നു. ഇപ്പോഴാ ഇച്ചിരി വെയില് കണ്ടത്. അലക്സേ, എന്റെ വണ്ടിക്കകത്ത് ബാഗ് ഇരിക്കണ്ട, അത് ഇങ്ങോട്ട് എടുത്ത് വെച്ചേക്കടാ. ആ സാറ് വരുന്നവരെ ഒന്ന് നേരത്തെ വിളിച്ചു പറയാത്തെന്താ? ഏയ്, കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എത്തിക്കോളാം, സമയം ഉറപ്പിച്ച് പറയില്ലാന്ന്. ഇതിപ്പോ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാ. ഒരു ഹാഫ് ഡേ കിട്ടി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കോട്ടയം രാവിലെ പുറപ്പെടാം. സാർ ഇരുന്നാട്ടെ, ഞാൻ ചായ എടുക്കാം. ഏയ് വേണ്ട കൊച്ചേ, സമയമുണ്ടല്ലോ. സാറേ, ഇത് എങ്ങോട്ടാ വെക്കണ്ടേ? ഏയ് നമ്മുടെ മുറിയിലോട്ട് വെച്ചോ. ഞാനേ വെളുപ്പിനെ പോണുള്ളൂട്ടാ. സാറേ, ആ മുറിയൊക്കെ വൃത്തിയേടായി കിടക്കുക. സാർ ആ മുറിയിലോട്ട് കിടന്നാട്ടെ. എടിയാ, നമ്മൾ കിടക്കുന്ന മുറിയല്ലയോ? അതൊന്നും കുഴപ്പമില്ല, അതിൽ നല്ല സൗകര്യമുണ്ട്. ചേച്ചി കിടന്ന മുറിയാ. വാ, ഞാൻ ശരിയാക്കിയിടാം. ഇച്ചയ, ആ പെട്ടി അങ്ങോട്ട് വെച്ചോ. വാ സാറേ, വാ. ഏയ് അത് വേണ്ട കൊച്ചിന്റെ അമ്മ, ഇങ്ങോട്ട് നിന്നേ. അത് സാരില്ല, സാർ വാ. കൊച്ചിന്റെ അമ്മ, ആ കിടക്കാനൊന്നും നേരില്ല കേട്ടാ. നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കാം. എനിക്ക് വെളുപ്പിന് അങ്ങോട്ട് പോണ്ടതല്ലേ. ഫോൺ റിങ് ചെയ്യുന്നു സാറേ, എടുക്ക. ആ സാറേ, ഈ കൊച്ചാപ്പന് ഏതെങ്കിലും വൃത്തിയുള്ള സ്ഥലത്ത് പിള്ളേരെ കൊണ്ടാക്കി കൂടായിരുന്നോ? ചേച്ചി ഇതിനൊക്കെ സമ്മതിച്ചല്ലോ. എന്നാ പിന്നെ KGS എവിടെങ്കിലും വീട് എടുത്തു കൊടുത്താൽ പോരായിരുന്നോ? അയാളല്ലേ സ്പോൺസർ. അയാളുടെ വീട്ടിൽ താമസിച്ചു വിടായിരുന്നോ? വലിയ വീടാന്നേ, ഞാൻ പോയി കണ്ടതാ. എന്നാ പിന്നെ ചേച്ചിക്ക് അങ്ങോട്ട് കൊണ്ടുപോയിക്കൂടായിരുന്നോ? എന്തിനാ ഈ കോളനി പോയി കിടക്കുന്നത്? അതെ, കോളനി കിടത്തിയത് KGS അല്ല, നിങ്ങളുടെ കൊച്ചാപ്പനാ. അവിടെ എന്തോ ചവിട്ട് നാടകമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊരു ചവിട്ട് നാടകല്ലേ? ഇതുവരെ നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ കൊച്ചാപ്പൻ നടത്തിക്കൊണ്ടിരുന്നത് ഒരു ചവിട്ട് നാടക. നിങ്ങൾക്കറിയാത്തൊരു കാര്യം കിട്ടാ. നിങ്ങളുടെ കൊച്ചാപ്പനെ ഒരു ഭാര്യയും ഒരു കുടുംബമുണ്ട്. ഭാര്യയോ? ആ, നേരാണോ സാറേ? പിന്നെ അല്ലാണ്ട്, ഇത് കാലങ്ങളായിട്ടുള്ള ബന്ധാണ്. ഇങ്ങേര് ഇവിടുന്ന് പോണത് എങ്ങോട്ടാ? എങ്ങോട്ട്? അങ്ങോട്ടാന്നേ. എന്നാലും അതാരാ? ഇതൊന്നും ഞങ്ങളോട് ആരടുത്തും പറഞ്ഞിട്ടില്ലല്ലോ. വേറെ കെട്ടിയതാണോ? പിള്ളേരൊക്കെ കാണോ? കൊച്ചാപ്പനിന് എവിടെയൊക്കെ പിള്ളേരുണ്ടെന്ന് ആർക്കറിയാ. എന്തായാലും മാനസി വർഗീസിന് പിള്ളേരെ കൊണ്ടുവരുത്തിയത് അവിടെ. എന്തായാലും ഐശ്വര്യമുള്ള കോളനി ആട്ടാ കുഴിമന്തിക്കാട്. ചെന്ന് കയറിയപ്പോഴേ പോലീസ് അങ്ങോട്ട് പിടിച്ചു. കൊച്ചുങ്ങളെ ഐറ്റങ്ങളുടെ തന്തം കൊണ്ടുപോയി. ഇപ്പേ കൊച്ചാപ്പ ഒറ്റയ്ക്കാ. അതെങ്ങനെ ഒറ്റയ്ക്കാവുന്നേ? പെണ്ണും പിള്ളയില്ലേ കൂടെ? അപ്പ അങ്ങേരെ ഒരു ഭാഗത്തായേ. എന്നാലും കൊച്ചാപ്പൻ ഇങ്ങനെയായിരുന്നോ? അന്യജാതിക്കാരി വല്ലേ ആണോ? വല്ല വിലടിച്ചാ പാട്ടുകാരി ആയിരിക്കും. കൊച്ചിന്റെ അമ്മേ, ആ ഇങ്ങോട്ട് നിന്നേ. വേണ്ട, ഞാൻ നിക്കാം. ഇങ്ങോട്ട് നീങ്ങിക്ക്. രജിസ്ട്രേഷൻ ഉടനെ നടത്തോ സാറേ? നടക്കും. ഈ പന്തളം ബേബി കൊച്ചിന്റെ അമ്മയ്ക്കൊരു വാക്കന്തല്ലേ. ഞാൻ വാക്ക് മാറില്ല കേട്ടാ. നടത്തും. ഇപ്പൊ അനന്തനെ ആൻസിയുടെ കൊച്ചുങ്ങളെ വിളിച്ച് അവരെ തറവാട്ടിലാക്കി. തറവാട്ടിലാക്കിയോ? അവിടെ ആക്കി. ഇനിയിപ്പോ ആൻസി കോടതി ചോദിക്കാൻ പോണതേ ആ തറവാടിന്റെ ഭാഗം, ഈ വീടും ഈ പ്രോപ്പർട്ടിയും കൂടെ. അയ്യോ, എന്തായാലും ഇതങ്ങോട്ട് കൊടുക്കേണ്ടി വരും. പക്ഷെ അതിനു മുൻപ് നമുക്ക് ഇതങ്ങോട്ട് എഴുതിപ്പിക്കാം. ഈ ആഴ്ച തന്നെ രജിസ്റ്റർ ചെയ്ത് തരാം. മതി. പിന്നെ ഞങ്ങൾ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം സാറേ. എങ്ങനെയെങ്കിലാ? അത് പോരാട്ടാ. അച്ചായനെ ഇടയ്ക്ക് ഒന്ന് കാണുന്നു തോന്നുമ്പോ ഇത്ര ദൂരം ഇങ്ങോട്ട് വണ്ടി ഓടണ്ടേ? ഞാനേ ട്രാൻസ്ഫർ വാങ്ങിക്കാം, എന്നിട്ട് നമുക്ക് സിറ്റിയിലേക്ക് മാറാം. അപ്പോ അലക്സ് അച്ചായനോ? ഏയ്, അവനിങ്ങോട്ട് പോരട്ടേന്ന്. എന്റെ പ്രൊഡക്ഷൻ കൂടിക്കോട്ടെ, അവന് വണ്ടിയൊക്കെ ഓടിക്കാലോ. അപ്പൊ ഈ വീട് വാടകയ്ക്ക് കൊടുക്കോ? അതും കൊടുക്കാലോ. കൊച്ചിന്റെ അമ്മേ, ഈ മണ്ണിൽ പൊന്നു വിളയിക്കുന്ന എല്ലാരും പറയണേ മണ്ണിന് വിശ്വസിക്കുന്ന കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? അതുകൊണ്ട് ഈ രജിസ്ട്രേഷൻ അങ്ങോട്ട് നടന്ന അപ്പ കിട്ടുന്ന വിലക്ക് നമുക്ക് ഈ വീട് അങ്ങോട്ട് വിൽക്കാം. വിൽക്കാനോ? ആ,
അതുകൊണ്ട് സിറ്റിയില് 2 ഫ്ലാറ്റ് മേടിച്ചൂടെ? ഒന്നിൽ കൊച്ചിന്റെ അമ്മയ്ക്ക് താമസിക്കാം, ഒന്ന് നമുക്ക് അങ്ങോട്ട് വാടകയ്ക്കും കൊടുക്കാം. നോക്കിയേ, അപ്പൊ വരുമാനായേ. കൊച്ചിന്റെ അമ്മേ ഇങ്ങോട്ട് ഇരുന്നേ, ഇരിക്കുന്നു. എന്റെ ബാഗിന്റെ അകത്തെ 1-2 സാധനങ്ങൾ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഡ്രസ്സാണോ അച്ചായ? എടുത്ത് നോക്ക്. നമ്മുടെ പുതിയൊരു പടത്തിന്റെ നായികയെ ഇങ്ങോട്ട് നോക്ക്, ഹിന്ദിക്കാരിയാ. ഇതുപോലെ നല്ല ഷേപ്പാട്ടാ. അവർക്ക് ഡ്രസ് അങ്ങോട്ട് മേടിച്ച കൂട്ടത്തിലേ ഇമ്മടെ കോസ്റ്റ്യൂമറെ കൊണ്ടേ 4 അങ്ങോട്ട് മാറ്റി വെപ്പിച്ചു. വൈകുന്നേരം ഞാൻ അങ്ങോട്ട് എടുത്തരാട്ടത്. ചിറ്റപ്പ, ബേബിച്ചൻ പറയുന്നതിൽ കാര്യമുണ്ട്. ഈ കുഞ്ഞുങ്ങളെ ചിറ്റപ്പൻ കോളനി വിളിക്കാൻ ചെന്നപ്പോഴേ അതുങ്ങളെ KGS വീട്ടിൽ കൊണ്ടുപോകാനല്ലേ അവിടെ വന്നത്? അതൊരു പ്ലാനിങ് അല്ലേ? അല്ലേ? അല്ലാതെ ഇതൊക്കെ നടക്കുമോ? ആൻസി വർഗീസും KGSും ചേർന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ KGSും അവളുമായിട്ട് ഇന്നോ ഇന്നലെ തുടങ്ങിയ ബന്ധമൊന്നും ആയിരിക്കില്ലത്. ചിറ്റപ്പൻ്റെ ഭാര്യ അയാൾക്ക് വേണമായിരുന്നു. അങ്ങനെ ഒരു കള്ളവീഡിയോ ഉണ്ടാക്കി നിങ്ങളെ തമ്മിൽ ലീഗലി സെപ്പറേറ്റ് ചെയ്യിച്ച് അയാൾക്ക് കൊണ്ടുപോകണം. അതിന് ആൻസർ അറിയാതെ കൂടെ കാണും. എനിക്കങ്ങനെ തോന്നുന്നു. ഋഷി, നീ എന്താ ഈ പറയുന്നേ? ചിറ്റപ്പ, KGS പറയാതെ CMനും DGPക്കും അവൾ കേസ് കൊടുത്ത് ഇങ്ങനെ വാർത്ത ഉണ്ടാക്കുമോ? പറ. അപ്പൊ പ്ലാൻഡ് ആണിത്. അപ്പ വീഡിയോയില് ആൻസിയുടെ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനാരാ? ഒരു മോഡല്. ഞാൻ എത്ര തവണ കണ്ടതാ. അതിന്റെ കോപ്പി ഇപ്പോഴും ഫോണിലുണ്ട്. അതൊക്കെ KGS ഇറക്കിയായിരിക്കുമെന്ന്. അവന്റെ ആളായിരിക്കും. എന്നിട്ട് അവൻ മുകളിൽ പിടിച്ചേക്കുവാ CFSL തെളിയിക്കാൻ പോവാന്ന്. അവസാന റിസൾട്ട് KGSന് അനുകൂലമായിട്ട് തന്നെ വരും. നോക്കിക്കോ. അത്ര ഫ്രോഡുകളെ ഈ KGS എന്ന് പറഞ്ഞവൻ കളിച്ചിരിക്കുന്നത്. എല്ലാ സ്റ്റേറ്റ്സിനും എല്ലാ ഗവൺമെന്റിനും അയാളെ പേടിയാ. മറ്റു പത്രക്കാർക്കും മീഡിയക്കാർക്കും എല്ലാവർക്കും പേടിയാ. ആ പേടിയാണ് അയാൾ ഉപയോഗിക്കുന്നത്. എൻ്റെ ചിറ്റപ്പ, ഇതൊരു ഒത്തുകളിയാണ്. ദിസ് ഇസ് ദ റൈറ്റ് ടൈം. യുദ്ധം തുടങ്ങാനുള്ള സമയമായി. അനുവാദം തരുമ്പോഴുള്ള ആൻസിയുടെ എക്സ്പ്രഷൻ പവി ശ്രദ്ധിച്ചായിരുന്നോ? ശ്രദ്ധിച്ചു സർ. അവർക്ക് വല്ലാത്തൊരു വാശിയുള്ളതുപോലെ തോന്നി. അത് നിസ്സഹായതയിൽ നിന്നും വളർന്നു വന്ന വാശിയാണ്. സാധാരണ പെണ്ണ് തോറ്റുപോകുന്ന സ്ഥലം. അവിടെ ആൻസി കൂട്ടിപ്പിടിച്ചത് ആത്മധൈര്യം മാത്രമല്ല, ഈ പറഞ്ഞ വാശിയൂടെയാ. ലോകം മുഴുവൻ തെറ്റുകാരിയായിട്ട് കാണുമ്പോൾ ഞാനാണ് ശരിയെന്ന് വിളിച്ചു പറയാനുള്ള വാശി. ആ വാശിക്കൊപ്പം നിൽക്കാനല്ലേ പവി നമുക്കും പറ്റൂ. ആ വാശിയാ ഈ പോസ്റ്റിന്റെ പുറകിലെ എനർജി. സാർ, അതൊന്ന് വായിക്കാം. വേണ്ടടോ, ഇതെങ്ങനെ ഹൃദയത്തിൽ നിന്ന് വരുന്നതല്ലേ. ആ ഭാഷ മതി ജനങ്ങളോട് സമ്മതിക്കാൻ. മനസ്സ് മാത്രം മതിയടോ, പേപ്പർ വേണ്ട. ക്യാമറ റെഡിയല്ലേ? റെഡിയാ സാർ. മോനിങ്ങനെ കിടക്കുമ്പോ ബാക്ക് ചൂടെടുക്കുന്നുണ്ടോ? അമ്മ ഇടയ്ക്കിടയ്ക്ക് തുടച്ചു തരുമായിരുന്നു. ഇനി ചേച്ചി ചെയ്തു തരില്ലേ? ചേച്ചിക്ക് അമ്മയെ പോയി ഒന്ന് കാണാൻ പറ്റുമോ? അമ്മയോട് 1-2 കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. നാളെ മറ്റന്നാളും കഴിഞ്ഞ് അമ്മ ഇങ്ങ് വരുമല്ലോ. അപ്പൊ ജയിലിൽ നിന്ന് വിടോ?
മറ്റേ ആ KG സംഘിലല്ലേ അമ്മയുടെ അഡ്വക്കേറ്റ്, അതുകൊണ്ട് അമ്മ പെട്ടെന്ന് ഇങ്ങ് വരും. അപ്പൊ അമ്മ ഇവിടെ തന്നെ ആയിരിക്കോ? വഴക്കൊക്കെ തീരോ? അമ്മ വരട്ടെ. അമ്മ പറയുന്ന പോലെ നിങ്ങൾ രണ്ടുപേരും കേട്ടാ മതി കേട്ടോ. അച്ഛൻ പറഞ്ഞ ഇവിടെ നിന്നാ മതിയെന്നാണല്ലോ. സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന്. അതൊക്കെ അച്ഛൻ പറയുന്നതല്ലേ, അമ്മയുടെ അഭിപ്രായം കൂടി നമ്മൾ കേൾക്കണ്ടേ? എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എവിടെ നിൽക്കണം എന്നൊക്കെ. കേട്ടോ? ഇതാ കുടിക്ക്. പല്ലവി റെഡിയാവും. എവിടെ പോകാൻ? ഇന്ന് ഡിന്നർ പുറത്തുനിന്നാ. എനിക്ക് ഇതിനകത്തിരുന്ന് വട്ടുപിടിക്കുക. ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും. ഹെവി ലോഡെടുത്ത് തലയിൽ വെക്കുന്നവർക്ക് ആ ഋഷി ടെൻഷൻ. എനിക്കൊരു ടെൻഷനും ഇല്ല. നിങ്ങളെല്ലാരും കൂടി പോയിട്ട് വാ. അപ്പോ എന്റെ ടെൻഷൻസ് നിനക്കൊരു പ്രോബ്ലം അല്ലല്ലേ? അത് നിങ്ങൾ മമ്മിയും ഡാഡിയും എല്ലാവരും കൂടി ഉണ്ടാക്കി വെക്കുന്ന ടെൻഷനല്ലേ? അത് നിങ്ങളൊക്കെ കൂടി തന്നെ ചുമന്നോ? എന്നിട്ട് പുറത്തു പോയി ഡിന്നർ കഴിക്കോ ആസ്വദിക്കോ എന്താന്ന് വെച്ചാൽ ആയിക്കോ. എനിക്ക് ആ സമയത്ത് എന്തെങ്കിലും ബുക്ക് വായിക്കാലോ. മനസ്സമാധാനത്തിന് അത് മതി. പഠിക്കുന്ന കാലത്ത് വലിയ ബുക്ക് പോകാമായിരുന്നല്ലേ? ഫുൾ ടൈം പഠിപ്പ്. റിസൾട്ട് വന്നപ്പോ ആരാ ബെറ്റർ? നീയോ ഞാനോ? ഇതാ മോനെ, ഇതൊക്കെ ചേച്ചിയുടെ വെറും ഷോയാ. വെറും ഷോയാ ചേച്ചിയുടെ. കുടിക്ക്, നീ പറയുന്നൊന്നും മൈൻഡ് ചെയ്യണ്ട. ഹലോ, ഗുഡ് ഈവനിങ്. ജസ്റ്റ് ഇമാജിൻ, വെളപ്പിൽ ശാലയിലോ ലാലൂരോ കുമിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യ കൂമ്പാരം. അതിൽ തലേന്ന് ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം വെച്ച് തന്ന ഉണങ്ങിയ ഇലച്ചീന്ത് മുതൽ മാസങ്ങൾക്ക് മുമ്പ് നടന്ന വിവാഹ സൽക്കാരത്തിന്റെ ദ്രവിക്കാത്ത കോഴിയെല്ലുകൾ വരെയുണ്ട്. തലേന്ന് വലിച്ചെറിഞ്ഞ മൊബൈൽ ഫോൺ മുതൽ കുട്ടിക്കാലത്ത് വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങൾ വരെയുണ്ട്. ആ കൂമ്പാരങ്ങൾ നമ്മൾ വഴിയിൽ വലിച്ചെറിഞ്ഞ പെരും നുണകളാണെന്ന് സങ്കല്പിച്ചാൽ അതിനിടയിൽ എവിടെയോ കിടന്നു തിളങ്ങുന്ന സത്യമെന്ന മരതക കല്ലിന്റെ പ്രകാശം കാണാം. ആ പ്രകാശം തേടിയുള്ള KG's ഈവനിങ്സിന്റെ യാത്ര ഇവിടെ തുടങ്ങുന്നു. എത്ര ദുർഗന്ധം സഹിക്കേണ്ടി വന്നാലും ഈ അവശിഷ്ടങ്ങൾ ചിക്കിമാന്തി ആ സത്യം കണ്ടെത്തുന്നത് വരെ ഈ യാത്ര തുടരുമെന്ന ഒറ്റ ഉറപ്പിൽ ഞാൻ KG സുബ്രഹ്മണ്യർ. KG's ഈവനിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോടനാട് കിണി എന്ന പേരിൽ 17 വർഷങ്ങൾക്ക് മുമ്പ് ഏതാനും ദിവസങ്ങളിൽ പത്രത്താളുകളിൽ പ്രത്യക്ഷപ്പെടുകയും അതേ വേഗതയിൽ അപ്രത്യക്ഷമാകുകയും ചെയ്ത ഒരു വാർത്തയുടെ കേന്ദ്രബിന്ദുവായ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു 2 ബെഡ്റൂം ഫ്ലാറ്റിന് 1 കോടിയിലേറെ മതിപ്പ് വിലയുള്ള ഒരു കെട്ടിട സമുച്ചയത്തിന്റെ താഴത്തെ നിലയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2001 പണി തുടങ്ങുകയും 2002 പണി പൂർത്തിയാക്കുകയും ചെയ്ത ഈ ഫ്ലാറ്റ് സമുച്ചയത്തിൽ മറ്റ് 10 നിലകളിലും ഇപ്പോൾ താമസക്കാർ ഉണ്ട്. മമ്മി, ഞാൻ ഇനി അവളോട് കുറച്ച് ഷാർപ്പായിട്ട് നിന്നാലേ ശരിയാവും. മമ്മിക്കും പപ്പയ്ക്കും എന്നോട് വിഷമമൊന്നും തോന്നരുത്. നീ ഷാർപ്പ് ആകണം മോനെ, ഇല്ലെങ്കിൽ അവളെ പിടിച്ചാ കിട്ടത്തില്ല. മമ്മി, ഇതൊക്കെ ഒന്ന് അയൺ ചെയ്യണമായിരുന്നല്ലോ. അവള് ചെയ്തില്ലേ മോനെ? ഇല്ല, ഇതൊന്നും അവളുടെ ഡ്യൂട്ടി അല്ലെന്ന് അവള് പറയുന്നത്. അവളുടെ അഹങ്കാരം കണ്ടില്ലേ? ഈ ലതയെ കൊണ്ട് നേരത്തെ ഏതായാലും അയൺ ചെയ്ത് വയ്പ്പിക്കണ്ടേ? അതെങ്ങനെയാ? ആവശ്യം വരുമ്പോ കല്യാണമാണ് പാലുകാച്ചാണെന്നും പറഞ്ഞ് അവളെ ഒറ്റ പോക്കല്ലേ? പല്ലവിയെ ഇങ്ങനെ വിട്ടാ ശരിയാവത്തില്ല. നീ അവളെ വിളിച്ചിറക്കി വീട്ടിൽ കൊണ്ടുപോ. ഇവിടെ നിർത്തിയാലേ അവൾ ഇനി പിള്ളേരുടെ ശുശ്രൂഷ കൂടി തുടങ്ങും. മമ്മി, പിള്ളേരുടെ ശുശ്രൂഷ മാത്രമല്ല അവളുടെ ലക്ഷ്യം. അവള് 4:30 ആയപ്പോ ഫോണും പിടിച്ചിരിക്കുക KG's ഈവനിങ്സിൽ അയാളെ പ്രകടനം കാണാനായിട്ട്. അവൾ എപ്പോഴും ഈ KG's ഈവനിങ്സുമായിട്ട് നടക്കുവാണല്ലോ. എന്നാ പിന്നെ അവൾക്ക് വല്ല സീരിയലും കണ്ടൂടെ? അഡിക്റ്റ് ആവട്ടെ അങ്ങ്. അവൾ അഡിക്റ്റ് ആണ് പപ്പ. KG's ഷോയിൽ അവൾ അഡിക്റ്റ് ആണ്. ചിലപ്പോ KG's ആൻസിയുടെ കാര്യം വല്ലതും പറയുന്നുണ്ടാവും പ്രോഗ്രാമില്. അതായിരിക്കും ഫോണുമായിട്ട് ഇരിക്കുന്നത്. മോൻ ഒന്ന് വെച്ച് നോക്കിയേ, അവന്റെ ഷോ എന്താന്ന് അറിയാലോ. ശരിയാ മോനെ, ഒന്ന് വെച്ചോക്ക്. ഒരു കാര്യം ഉറപ്പാ, അവക്ക് ജാമ്യം കിട്ടത്തില്ല. അവൻ എന്ത് വേണോ ചെയ്യട്ടെ, താല കുത്തിയിരുന്നാലും അവൾക്ക് ജാമ്യം കിട്ടില്ല. അവക്ക് കിട്ടത്തില്ല, ഉറപ്പാ. അതായിരിക്കും അവക്ക് ഇത്ര ക്യൂരിയോസിറ്റി. ആൻസിയെ ന്യായീകരിക്കാൻ വേണ്ടി അയാൾ എന്തെങ്കിലുമൊക്കെ കാണിക്കാതിരിക്കോ? ആൻസിക്ക് ജാമ്യം വാങ്ങിച്ചു കൊടുക്കാനേ അയാൾ എല്ലാ അടവും പയറ്റും, നോക്കിക്കോ. അത് ശരിയാ അമ്മേ. ഇന്നത്തെ ഈവനിങ് ആൻസിയുടെ നന്മകൾ കൊണ്ട് അയാൾ നിറയ്ക്കുമായിരിക്കും. ഇനി അവളെ ചുമക്കേണ്ടതേ ആ പൊട്ടനല്ലേ. 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു 2 ബെഡ്റൂം ഫ്ലാറ്റിന് 1 കോടിയിലേറെ മതിപ്പ് വിലയുള്ള ഒരു കെട്ടിട സമുച്ചയത്തിന്റെ താഴത്തെ നിലയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2001 പണി തുടങ്ങുകയും 2002 പണി പൂർത്തിയാക്കുകയും ചെയ്ത ഈ ഫ്ലാറ്റ് സമുച്ചയത്തിൽ മറ്റ് 10 നിലകളിലും ഇപ്പോൾ ഇതൊന്നുമില്ല. ഇതേതോ ഫ്ലാറ്റ് കേസാ. 2001 പണിതോ മറ്റോ.
ഇയാൾക്ക് എന്താ വല്ല പ്രാന്തെങ്ങാനും ഉണ്ടോ? ഇത്രക്കാർക്ക് കുറച്ചല്ല, നല്ല മുഴുത്ത ഭ്രാന്ത് കാണും. ഈ ചെപ്പടി വിദ്യ ഒന്നും കോടതിയിൽ ചെലവാകില്ലെന്ന് അയാൾക്ക് തോന്നിക്കാണും. എന്നിട്ടും 15,000 സ്ക്വയർ ഫീറ്റ് വരുന്ന 10 ഫ്ലാറ്റുകൾ, ഇന്നത്തെ മതിപ്പ് വില വെച്ച് 10 കോടിയിലേറെ വില വരുന്ന ഇത്രയും സ്ഥലം 17 വർഷമായി ഉപയോഗശൂന്യമായി കിടക്കുന്നതിൻ്റെയും സാമൂഹ്യ വിരുദ്ധർ രാത്രികാലങ്ങളിൽ ചേക്കേറുന്ന സ്ഥലമായി മാറിയതിൻ്റെയും പിന്നാമ്പുറത്ത് പ്രചരിക്കുന്ന കഥകൾ നിരവധിയാണ്. 2002 ഈ ബിൽഡിംഗ് പണിതുകൊണ്ടിരുന്ന കാലത്ത് ഒരു രാത്രി ഒരു സ്ത്രീയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നും നേരം വെളുക്കും മുമ്പ് ആ ശവശരീരം ഗ്രൗണ്ട് ഫ്ലോറിൽ മറവ് ചെയ്യപ്പെട്ടുവെന്നും നാളുകളായി കഥ പ്രചാരത്തിലുണ്ട്. അത് സത്യത്തിൽ വാസ്തവാണോന്നറിയാൻ ഒരു മാർഗവും അവശേഷിക്കുന്നില്ല. കാരണം ഈ 15,000 സ്ക്വയർ ഫീറ്റ് ആരുടെ പേരിലും രജിസ്റ്റർ ചെയ്തതായിട്ട് യാതൊരു തെളിവുമില്ല. അപ്പൊ സാറിന് അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം പറയാനുള്ളത് സർ? ഞാൻ പട്ടാളത്തിൽ നിന്ന് ക്യാപ്റ്റനായിട്ട് വിരമിച്ച ഇയാളെന്തോ പഴയ കോടനാട് കിണിയോ ഏതാണ്ട് അങ്ങനെന്തോ കേസുമായിട്ട് അയാൾ 2012 ഞാൻ ഈ ഫ്ലാറ്റ് വാങ്ങുന്നത്. 6B ഒരു മിസ്റ്റർ ജോസഫിൻ്റെ വാങ്ങിയത്. ഞാനിവിടെ താമസം തുടങ്ങിയ പിന്നെ ഇത്തരം കഥകൾ കേട്ടിട്ടുണ്ട്, ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ഞാനും എൻ്റെ ഫാമിലിയും ഭാര്യയും മക്കളും ഒക്കെ ഇവിടെ ഇപ്പോഴും താമസിക്കുന്നു. കോടനാട് ഫ്ലാറ്റ് കേസോ അങ്ങനെന്തോ. ഒന്നും ചെയ്യാനില്ലാത്തോണ്ടേ കുറെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ വേണ്ടി ഓരോ പണികളോട്ട് ഇറങ്ങിയേക്കും. താമസിക്കുന്ന പ്രായമായവർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ പേടിയായിരിക്കാം. ഇവിടെ ഏതാണ്ട് ഒരു 36 ഫാമിലി താമസിക്കുന്നുണ്ട്. ഇയാൾ എന്തൊക്കെയാ പറയുന്നേ? മൊത്തമായിട്ട് ഒഴിഞ്ഞു കിടക്കുക. രാത്രി കാലങ്ങളിലാണെങ്കിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യങ്ങളും ഉണ്ട്. വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഈ നാട്ടിൽ? നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാവരും ഈ പ്രോബ്ലം ഫേസ് ചെയ്തവരാണോ? ഏയ്, എല്ലാവർക്കൊന്നുമില്ല. ചില മോനെ, ആ ഫോണിങ് തന്നെ. ഫ്ളാറ്റ് നിയമങ്ങൾ വ്യക്തവും ശക്തവുമല്ലായിരുന്ന ഒരു കാലത്ത് പണിതീർത്ത ഇതിന്റെ ഉടമസ്ഥർ ദുബായ് ബേസ് ചെയ്ത ഒരു കമ്പനിയാണ്. അത് മാത്രമേ ഇവിടുത്തെ അന്തേവാസികൾക്കറിയൂ. പക്ഷേ ദുബായിൽ ഇരുന്നു കൊണ്ട് ഈ ഫ്ളാറ്റ് കോടനാട് പണി കഴിപ്പിക്കുകയും ദുബായിൽ വെച്ച് തന്നെ വിൽപ്പന നടത്തുകയും ചെയ്ത ആ കമ്പനിയുടെ പുറകിലുള്ള ചില വ്യക്തികളെക്കുറിച്ച് 2 മാസത്തെ അന്വേഷണത്തിനൊടുവിൽ KGS ഈവനിങ്സിന് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. തക്ക സമയത്ത് ആ സൂചനകൾ വിത്ത് പ്രൂഫ് കോടതിക്കും പൊതുസമൂഹത്തിനും മാധ്യമങ്ങൾക്കും കൈമാറാൻ KGS ഈവനിങ്സ് തയ്യാറാണ്. അപ്പോഴും അവശേഷിക്കുന്ന പ്രബലമായ ഒരു ചോദ്യം, താഴത്തെ നിലയിലെ 15,000 സ്ക്വയർ ഫീറ്റ് ആരുടെ? KGS ഈവനിങ്സ് ആ അന്വേഷണം തുടരുകയാണ്. എത്ര ദുർഗന്ധം സഹിക്കേണ്ടി വന്നാലും ഈ മാലിന്യ കൂമ്പാരം ചകഞ്ഞ് സത്യത്തിന്റെ പ്രകാശം തെളിയിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി KG Subramanian signing off. Wait for the next chapter. Goodbye.